അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ് സമയത്തിനധികമായ പരിശുദ്ധാത്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒരേ സബ്ജക്റ്റ് തന്നെ ഡീൽ ചെയ്യണം അല്ലേ? ഒരേ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിൻ്റെ വരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, ഈ സ്വയം പ്രേരിത പ്രാർത്ഥന എന്ന് പറഞ്ഞ പോലെ സ്വയം പ്രേരിതമായിട്ടുള്ള കളകളെ കുറിച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ പ്രഭു അങ്ങ് നമ്മളെ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? അത് പറയും അത് ശത്രു ചെയ്ത പണിയാണെന്ന് പറയും. അത് പുറത്തുനിന്ന് തന്നെ കളകളാണ്, പക്ഷെ അകത്തുനിന്ന് തന്നെ കളകൾ ഉണ്ടാകും. മത്തായി 13:27 വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? എങ്ങനെ? അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത്. ഒരു എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്നുള്ള ഒരു ബാഹ്യ ശക്തിയാണ്, ശത്രുവാണ് ഇത് ചെയ്തത്. അപ്പൊ കളകള് പുറത്തുനിന്ന് വരാം, അങ്ങനെ നമ്മുടെ വിശ്വാസം ഫീഡാകാം. മറ്റുള്ളവർ പറയും ഓ അതല്ലെങ്കിലും നീ ജയിക്കുമായിരുന്നു, അല്ലെങ്കിലും ആ ഉദ്യോഗത്തിനെ കിട്ടുമായിരുന്നു, അല്ലെങ്കിലും പ്രാർത്ഥിച്ചവർക്ക് മാത്രമാണ്, പ്രാർത്ഥിക്കാത്തവർക്കും വിസ പ്രോസസ്സ് ചെയ്തില്ലേ. അപ്പോൾ പുറത്തുനിന്ന് കളകൾ വിതക്കും. അപ്പോൾ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ അത് വിശ്വസിക്കും. ചിലപ്പോൾ ശരിയായിരിക്കും അല്ലേ? ഈ സ്വന്തം അമ്മ തന്നെ ഇപ്പം പറയും എൻ്റെ മകളെ കണ്ണ് പൂട്ടിയിട്ടില്ല, കണ്ണ് പൂട്ടാതിരുന്ന് കാല് ചരുവത്തിനകത്ത് വെള്ളം എടുത്തിട്ട് കാല് വെള്ളത്തിൽ വെച്ചാണ് പഠിച്ചത്. ഇപ്പം ആദ്യം അങ്ങനെ പറയത്തില്ല. ആദ്യം പറയണത് അവൾ പ്രാർത്ഥിച്ചായിരുന്നു, ഞാനും പ്രാർത്ഥിച്ചായിരുന്നു, ഞങ്ങളെല്ലാം കുടുംബത്തോട് പ്രാർത്ഥിച്ചായിരുന്നൊക്കെ പറയണ ആൾക്കാർ 6 മാസം കഴിയുമ്പോൾ പറയും ചരുവത്തിൽ വെള്ളം വെച്ചായിരുന്നു, കണ്ണ് പൂട്ടാതെ ഇരുന്നാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പിന്നെന്ത് ചെയ്യും? അത് വേറെ ആൾക്കാർക്ക് കൊടുക്കും. അല്ലെങ്കിൽ നല്ല ട്യൂഷൻ മാസ്റ്റർ, ഇപ്പം തന്നെ ചില ആൾക്കാരൊക്കെ സ്പോർട്സിനൊക്കെ പോകും. അപ്പം അവർ കന്നകാളയെന്ന് മറ്റും നിലവിളിച്ച് ജപമാല ചൊല്ലി കൃപാസനം കാശുരൂപമൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലിയൊക്കെയാണ് ഇത് ചെയ്യണമെങ്കിലും ജയിച്ചു കഴിയുമ്പോൾ സാറാണെന്നെ ജയിപ്പിച്ചെന്ന് പറയും. ആര്? ട്രെയിൻ ചെയ്തിട്ടുള്ള ആ സ്പോർട്സിൻ്റെ ട്രെയിനറില്ലേ എന്ന് പറയും. പിന്നെ മാതാപിതാക്കന്മാരെ പറയും. 3ാം കൂലിയായിട്ടാണ് ദൈവത്തെ പറയുന്നത്. അവരറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല, പക്ഷെ അറിയാതെ ചെയ്താലും പണി പാഴ്സൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് ഈ ജമീമയൊക്കെ ഭയങ്കരമായ രീതിയിൽ ഹൈലൈറ്റ് ആകണം. കാരണം ഈശോയാണ് എന്നെ ജയിപ്പിച്ചതെന്ന് കോടികളോട് പറയും. ഫസ്റ്റ് റെഫറൻസ് ജീസസിനാണ്. നിങ്ങൾ ദൈവത്തിന് റെഫറൻസ് കൊടുക്കണം എന്നല്ല, ദൈവത്തിന് നിങ്ങൾ കൊടുക്കണ വേസ്റ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം ട്രഫറി, ആദ്യം ഗൈഡ്, ആദ്യം കോച്ച്, പിന്നെ മാതാപിതാക്കന്മാർ, പിന്നെ ദൈവം എന്ന് പറയുമ്പോൾ 3ാമത്തെ വേസ്റ്റാണ് ദൈവത്തിന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മിണ്ടായിരിക്കണം നല്ലത്, വായു വല്ല ക്ലിപ്പിട്ടിരിക്കുന്ന നല്ലത്. മിണ്ടണ്ട, വെറുതെ ദൈവത്തിൻ്റെ കാര്യം 3ാമത് പറഞ്ഞ് പണി മേടിക്കേണ്ട ആവശ്യമുണ്ട്. നിൻ്റെ വേസ്റ്റ് അടിക്കാതിരിക്കണം ദൈവം. അപ്പം മിണ്ടരുത് നീ. അപ്പം എന്താ? അതുകൊണ്ടാണ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം. വിശ്വാസമുള്ളവർ ദൈവത്തിൻ്റെ കാര്യം പറയണമെങ്കിൽ ഫസ്റ്റായിട്ട് പറഞ്ഞേക്കണം, അല്ലെ പറയാൻ നിൽക്കരുത്. കാരണം നീ ദൈവത്തെ അല്ലല്ലോ അവലംബിക്കണത്. പിന്നെ എന്താ ദൈവത്തിന്റെ കാര്യം പറയണത്? റോമ 1:23 അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. ഇതുപോലെ ഈ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആർക്ക് കൊടുത്താലും എപ്പോഴും നമ്മൾ സംഭവം, നിങ്ങളുടെ പരിഗണന പട്ടികയിൽ ദൈവം ഉണ്ടെങ്കിൽ അത് 1ാം സ്ഥാനത്ത് വരണം, അല്ലെ പിന്നെ മിണ്ടാതിരിക്കണം. അതാണ് ജമീമ അവിടെ വിജയിക്കണത്. അവൾ 1ാം സ്ഥാനത്ത് കർത്താവിനെ കൊണ്ടുവന്നു, പിന്നെയാണ് കോച്ചും, പിന്നെയാണ് വീട്ടുകാരൊക്കെ വരുന്നത്.
ഇവർ തെറ്റാണെന്നല്ല പറഞ്ഞത്, റെഫറൻസ് നിൻ്റെതാണ്. അപ്പം നീ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. എന്ത് നന്ദി പറഞ്ഞാൽ ദൈവത്തിന് പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല. പറയണമെങ്കിൽ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒരിക്കലും പറയരുത്. അത് പറഞ്ഞ് പണിമെടുക്കാൻ തുല്യമായിരിക്കും. അത് റോമ 1:23 അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആൾക്കാർക്ക് കൊടുത്തവരായിരിക്കും. കോച്ചിനും മാതാപിതാക്കന്മാരും കൊടുത്തവരായിരിക്കും, അല്ലെങ്കിൽ അധ്യാപകർ കൊടുത്തവരായിരിക്കും. അല്ലെങ്കിൽ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് ദൈവവിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നിസ്സാരമല്ല. വിശ്വാസ ജീവിതത്തിൽ സൂക്ഷ്മത കുറയണത് എപ്പോഴും കത്തോലിക്കർക്കായിരിക്കും. ഞാൻ പറഞ്ഞിട്ട് എത്രയോ ഞാൻ പറയുന്നുള്ളത് ആൾക്കാരെ. തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആതിര ബിനു, ഇതെൻ്റെ ചേച്ചി ആർഷ ബിനു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനായിട്ടാണ്. ഓഗസ്റ്റ് 17, 2024 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എൻ്റെ ഹയർ സ്റ്റഡീസ് ആയിരുന്നു. ഞാൻ BSW ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ന്യൂസിലൻഡിലേക്ക് ചേച്ചിയോടൊപ്പം, ചേച്ചി എന്നെ സ്പോൺസർ ചെയ്ത് 2024 ജൂണിൽ തന്നെ ഞാൻ പോയിരുന്നു. അതിനുശേഷം അവിടെ ചെന്ന് ഞാൻ ജോലിക്ക് കുറേ ട്രൈ ചെയ്തു. എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അവിടെ ഓരോ ഓർഗനൈസേഷനിൽ വേക്കൻസി വരുമെങ്കിലും അവിടുന്ന് അവർ ആപ്ലിക്കൻസ് കൂടുതലാണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാൻ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചി അവിടെ തന്നെ പഠിച്ചതുകൊണ്ട് ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഒരു ഏജൻസിയെ സമീപിച്ചു. ഏജൻസി അവരവരുടെ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യത്തെ റിക്വയർമെൻ്റാണ് PT നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിച്ച് ഞാൻ PT ഞാൻ എഴുതി, ഞാൻ പാസ്സായി. അതിനുശേഷം എനിക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. ആ കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. അതുവരെയുള്ള പ്രോസസ്സ് എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് നടന്നു. പിന്നീട് അങ്ങോട്ട് എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ്. ഓരോ 3 മാസം കൂടുമ്പോഴും പല ആളുകളുടെ ഫോണിൽ നിന്ന് ഞാൻ ലോഗിൻ ചെയ്ത് ഉടമ്പടി എടുക്കുമായിരുന്നു. ആദ്യം എൻ്റെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒത്തിരി തടസ്സം വന്നു. ഏജൻസിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സിലൊന്നും അവർ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അവർ പറഞ്ഞു, ഇത് വെച്ചിട്ട് വിസ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ട, 1% പോലും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ ഒത്തിരി പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഡൗൺ ആകുമായിരുന്നു. എങ്കിലും എൻ്റെ പേരൻസും എൻ്റെ സഹോദരങ്ങളും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഡൗൺ ആകണ്ട, പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോവുക എന്ന് തന്നെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളും നന്നായി ചെയ്ത് മുന്നോട്ട് പോയി. അതിനുശേഷം ഒത്തിരി നാളായിട്ടും എനിക്ക് ഇൻ്റർവ്യൂ വരുന്നില്ലായിരുന്നു. ഞാൻ ജൂലൈ ഇൻടേക്കിലാണ് ന്യൂസിലൻഡിലേക്ക് പോകാനിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ന്യൂസിലൻഡിൽ നിന്ന് വന്നതാണ് വിസിറ്റിംഗ് വിസയിൽ പോയിട്ട്. അപ്പോൾ എനിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. എനിക്ക് ആദ്യം അവിടുന്ന് ഇൻ്റർവ്യൂ കിട്ടണം. അതിനെനിക്ക് ഇൻ്റർവ്യൂ വരുന്നില്ല. ഞാൻ ഒത്തിരി അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ചിവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തായിരുന്നു. അത് ഏപ്രിൽ 10 ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇമിഗ്രേഷനുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇമിഗ്രേഷനിൽ നിന്ന് ഇവിടെ വന്ന് കൃപാസനത്തിൽ എനിക്ക് തടസ്സങ്ങളുണ്ടായപ്പോൾ ഞാൻ ഇവിടെ വന്നു. കൃപാസനത്തിൽ തിരിച്ച് ഞാൻ വന്നു. അപ്പോൾ എന്നോട് ഞാൻ ഒരച്ഛനെ, എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം 2 പുതുക്കൽ ഇല്ലാതെ ജോസഫ് അച്ഛനെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെയുള്ള വേറൊരച്ഛനെ ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അടുത്ത ആഴ്ച എനിക്ക് ന്യൂസിലൻഡിലേക്ക് പോകേണ്ടതാണ്. ജൂലൈ 7 എൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, വിസ വരുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആ പ്രത്യാശയോടുകൂടി ഞാൻ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സിലും ഞാൻ കുരിശ് വരച്ചും ഉപ്പിട്ടും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നോക്കിയിരുന്ന് എനിക്ക് വിസയൊന്നും വരുന്നില്ല. ഇമിഗ്രേഷനിൽ നിന്ന് ഒരറിയിപ്പും എനിക്കില്ല. അപ്പോൾ എൻ്റെ 2 സഹോദരങ്ങളും ന്യൂസിലൻഡിലാണ്, എൻ്റെ 2 ചേച്ചിമാർ. അവർ 2 പേരും ഇമിഗ്രേഷനെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് അണ്ടർ അസസ്മെൻറ്റിലാണ്, കൂടുതലായിട്ട് അവർക്കൊന്നും പറയാനില്ല. അപ്പം മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇനി എന്നാ ചെയ്യണമെന്നറിയത്തില്ല. അപ്പം ഞാൻ ഏജൻസി പറഞ്ഞതനുസരിച്ച് ഞാൻ ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നില്ല യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള. അവർ പറഞ്ഞു വിസ വന്നിട്ട് അടച്ചാൽ മതി എന്നുള്ള കാര്യം കൊണ്ട് ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് തടസ്സമായിരുന്നു. ഏജൻസിക്ക് ഒട്ടും എൻ്റെ കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നത് കൊണ്ട് അവരെല്ലാം ലാഗ് ആക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, കിട്ടുമെന്ന് ഉറപ്പില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പം
ജൂലൈ 7-ാം തീയതി എനിക്ക് ന്യൂസിലൻഡ് ഇമിഗ്രേഷനിൽ നിന്ന് കോള് വന്നു. അങ്ങനെ 7:30 ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ ഓക്കെ ആയിരുന്നു, പാസ്സായെന്ന് അവരെന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവസാനം എനിക്ക് മെയിൽ വന്നു, ഇനി ആതിരയ്ക്ക് ഇവിടെ പഠിക്കാൻ പറ്റില്ല, ആതിരേനെ ഡെഫർ ചെയ്യുവാണ്, 2026 ഇൻടേക്കിലേക്ക് ആതിരയ്ക്ക് ഇനി വരാൻ പറ്റുള്ളൂ, ആതിരയുടെ ഓഫർ ലെറ്റർ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. ഒത്തിരി ഞാൻ വിഷമിച്ചു. അപ്പം എൻ്റെ 2 ചേച്ചിമാരും കൂടെ ഇടപെട്ട് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റായിട്ട് പോയി. മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റായിട്ട് പോയി അവരോട് ചോദിച്ചു, ഫീസ് അടച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അവരൊരിക്കലും സമ്മതിക്കില്ല, പക്ഷെ അവർ സമ്മതിച്ചു, ഫീസ് അടച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഫീസ് അടച്ച് അവരെനിക്ക് 2 ആഴ്ച കൂടി നീട്ടി തന്നു. അങ്ങനെ ആ 2 ആഴ്ചയും കടന്നു പോയി. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു. കാരണം ആ സമയം ഇൻടേക്കിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഉള്ള ഒരു ദിവസം നോക്കി ടിക്കറ്റ് എടുത്തു. അവരെനിക്ക് ഒരു ഡെഡ് ലൈനും തന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ജൂലൈ 21 എത്തിയില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, പിന്നെ നെക്സ്റ്റ് ഇൻടേക്ക്, അതായത് 2026 ഫെബ്രുവരി ഇൻടേക്കിന് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒത്തിരി ഞാൻ വിഷമിച്ചു. അങ്ങനെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മാതാവിൻ്റെ സുഗന്ധാഭിഷേകമൊക്കെ എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കൂടുതൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോയി, എനിക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ എൻ്റെ മനസ്സിൽ നെതർലൻഡ്സ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. എങ്കിലും ചിലപ്പോൾ മാതാവ് അതായിരിക്കും എനിക്ക് വെച്ചേക്കുന്നതെന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിചാരിച്ചു, ഇത്രയും ലേറ്റ് ആയപ്പോൾ. അത് കഴിഞ്ഞ് ജൂലൈ 17 രാവിലെ ഞാൻ അവിടുന്ന് ന്യൂസിലൻഡ് ഇമിഗ്രേഷനിൽ നിന്ന് എൻ്റെ മൂത്ത ചേച്ചിയെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്, അതായത് എൻ്റെ ലിവിങ് എക്സ്പെൻസ് കൂടി കാണിച്ചാലേ അത് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ 10 ലക്ഷം രൂപ വേണം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ന്യൂസിലൻഡിൽ ഉച്ചയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചേച്ചി കുറേ ആളുകളോട് കൂടിയൊക്കെ അന്വേഷിച്ചു, ചോദിച്ചവരെല്ലാം സഹായിച്ചു. അങ്ങനെ ചേച്ചി പൈസയെല്ലാം കിട്ടിയിട്ട് ചേച്ചി എൻ്റെ ലിവിങ് എക്സ്പെൻസ് കാണിച്ചു. അപ്പം തന്നെ അവർ ചേച്ചിക്ക് റിപ്ലൈ കൊടുത്തു. ഞാൻ ഈ സമയത്ത് പള്ളിയിൽ പോയേക്കുമായിരുന്നു. പള്ളിയിൽ പോയി ഞാൻ തിരിച്ചു വന്ന് ഞാൻ ന്യൂസിലൻഡ് ചേച്ചിയുടെ ഇമിഗ്രേഷനിൽ നിന്ന് അവരെ സമീപിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ വിസ വന്നു എന്ന് പറഞ്ഞ് ഏജൻസിക്കാരെന്നെ വിളിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ദിവസം എനിക്ക് വിസ വന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ടിക്കറ്റ്, പിറ്റേ ദിവസത്തേക്കുള്ള ടിക്കറ്റ് എനിക്ക് ക്യാൻസൽ ചെയ്യണം, എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അവസാനത്തെ ഒരു ചാൻസ് ആയിരുന്നു ആ ദിവസം എന്ന് പറയുന്നത്. അന്ന് രാവിലെയോടുകൂടി തന്നെ എനിക്ക് വിസ വന്നു. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോയി. ഞാൻ അവിടെ എത്തി. എൻ്റെ സഹോദരങ്ങൾ എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എന്നും കാണുമായിരുന്നു, സ്റ്റാറ്റസ് ഇടുമായിരുന്നു, ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ഒരു ആളിനെ പോലും ഞാൻ സഹായിക്കാതെ വിട്ടിട്ടില്ല. എല്ലാവരെയും ഞാൻ സഹായിക്കുമായിരുന്നു. എല്ലാവരോടും ഞാൻ കാരുണ്യത്തോടു കൂടി ഞാൻ എല്ലാവരോടും സമീപിക്കുമായിരുന്നു. എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. ഞാനത് മുടക്കിയിട്ടില്ല. പുതിയ നിയമം ഞാൻ മുഴുവൻ വായിച്ചു തീർത്തു. പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നു. പണ്ടൊക്കെ സങ്കീർത്തനം മാത്രം വായിക്കുക, അത് എളുപ്പമാണല്ലോ, ആ രീതിയിലായിരുന്നു ഞാൻ പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒത്തിരി മാറി ഞാൻ ബൈബിൾ വായിക്കാനും എന്നും മുടങ്ങാതെ കൊന്ത ചൊല്ലാനും അങ്ങനെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരിയേറെ വളർച്ചയുണ്ടായി. എൻ്റെ പേര് ആർഷ ബെനു. ഞാൻ കഴിഞ്ഞ 11 വർഷമായിട്ട് ന്യൂസിലാൻഡിൽ താമസിക്കുകയാണ്. അവിടുത്തെ സെൻറ്റ് മേരീസ് സീറോ മലബാർ വെല്ലിംഗ്ടണിലെ ഒരു ഇടവക അംഗമാണ് ഞാൻ സെപ്റ്റംബർ 1, 2024 ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിൻ്റെ എനിക്ക് കുറച്ച് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഉടമ്പടി എടുക്കുന്നതിനുള്ള മെയിൻ റീസൺ എനിക്ക് IELTS എക്സാം പാസ്സാകണമായിരുന്നു. ഞാൻ ആ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഓൾറെഡി 8 തവണ IELTS എഴുതിയിട്ടുണ്ടായിരുന്നു 2 വർഷങ്ങൾക്കുള്ളിലായിട്ട്. ഞാനത് എൻ്റെ ഒരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ ആവശ്യമായിട്ടായിരുന്നു IELTS എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് എപ്പോഴും ഒരു മൊഡ്യൂളിന് മാത്രം സ്കോർ, ബാക്കി എല്ലാ മൊഡ്യൂളിനും എനിക്ക് വേണ്ടതിൽ കൂടുതൽ നല്ല സ്കോർ കിട്ടുന്നുണ്ടായിരുന്നു. 7 and above 8 ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ റീഡിംഗ് എന്ന് പറയുന്നൊരു മൊഡ്യൂൾ മാത്രം എന്തോ ഒരു കാരണത്താൽ എനിക്ക് 0.5 എപ്പോഴും അതിലെനിക്ക് ആ സ്കോർ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സ്കോർ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഈ അനിയത്തി എന്നോട് ചേച്ചി ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയം തന്നെ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളും എന്നെ ഈ പ്രോസസ്സിങ്ങിന് സഹായിക്കുന്ന ഒരാളും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഇനി IELTS എഴുതണ്ട, OET എഴുതി നോക്ക്, പെട്ടെന്ന് കിട്ടും, പാസ്സാകും,
ഇത്രയും നിങ്ങൾ ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഒരാളാണല്ലോ എന്ന്. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സ് അതിനെന്നെ അനുവദിച്ചില്ല. ഞാൻ 2-3 പ്രാവശ്യം OETക്ക് ഡേറ്റ് എടുക്കാനൊക്കെ നോക്കി. പക്ഷേ അതൊരിക്കലും ഒരു കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല, എന്തോ ഒരു കാരണത്താൽ. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി നിയമങ്ങളെല്ലാം പാലിച്ചു പോന്നു. എനിക്ക് ഒരു ഡേറ്റിന് വേണ്ടി ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കായിട്ടൊരു ഡേറ്റ് ഒന്നും കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ ഒരു ദിവസം ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ ഞാൻ മനസ്താപ്രകരണവും വിശ്വാസ പ്രമാണവും ചൊല്ലിയപ്പം എനിക്ക് 12 എന്നൊരു നമ്പർ കിട്ടി. അപ്പോൾ അതൊരു മാർച്ച് മാസമാണ്. അപ്പോൾ ഞാൻ മാർച്ച് മാസത്തിൽ നോക്കിയപ്പോൾ 12-ാം തീയതി എക്സാം ഒന്നും നടക്കുന്നില്ല. പക്ഷേ എനിക്ക് ആ മാസം തന്നെ എക്സാം എഴുതണമെന്ന് എനിക്ക് തോന്നിയിട്ട്, ചിലപ്പോൾ അത് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടായിരിക്കും ആ 12-ാം തീയതി എനിക്ക് കിട്ടിയത് എന്ന് കരുതി ഞാൻ 12-ാം തീയതി എക്സാം ഇല്ലായിരുന്നു. എന്നിട്ട് അടുത്ത ഡേറ്റായ 15-ാം തീയതിയിലേക്ക് എക്സാം എടുത്തു, ഡേറ്റ് എല്ലാം ബുക്ക് ചെയ്തു. അങ്ങനെ ആ എക്സാമിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഞാനൊരു സ്വപ്നം കാണുവാണ്. ഞാൻ നമ്മുടെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ ആകാശത്ത് തെളിഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ ആ മാതാവിനെ വിളിച്ച് കാണിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതോടൊപ്പം തന്നെ ഞാൻ ഇത് കാണുകയാണ്, സങ്കീർത്തനം 51 ഇങ്ങനെ എഴുതി വന്നു. എനിക്ക് അന്നേരം പെട്ടെന്ന് അത് നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്കത് എന്നാന്ന് നോക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം എനിക്ക് എക്സാം ഉണ്ട്. ഞാൻ രാവിലെ ചാടി എണീറ്റ് ആദ്യം തന്നെ സങ്കീർത്തനം 51 നോക്കിയപ്പോൾ അത് ദൈവമേ എന്നോട് കരുണ ഉണ്ടാകണമേ എന്നുള്ള ഒരു ബൈബിൾ വാക്യങ്ങളാണ്. എന്നിട്ട് പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ എല്ലാം എഴുതി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. പോയപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ അനിയത്തിയുടെ ഒരു ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു. അത് മുറുക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പരീക്ഷയുടെ വെപ്രാളത്തിൽ നമ്മളെപ്പോഴും പാനിക്കാവുന്നത് പോലെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള റീഡിങ് തന്നെ ഞാൻ വളരെ ടെൻഷനോടുകൂടി അറ്റൻഡ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അപ്പോഴും റീഡിങ്ങിന് മാത്രം ഒരു 0.5 ഞാൻ ഫെയിലായി. ബാക്കി എല്ലാത്തിനും എനിക്ക് നല്ല സ്കോർ വീണ്ടും ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടു. 9 പ്രാവശ്യം എക്സാം എഴുതി ഫെയിലായവർ ഒരു മക്കൾക്ക് വേണ്ടി എന്തോ അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പം ഞാൻ എൻ്റെ അനിയത്തിമാരോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് 9 പ്രാവശ്യം എക്സാം എഴുതി, അപ്പോൾ എല്ലാം എൻ്റെ കാര്യമായിരിക്കും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനപ്പം ഇപ്പോൾ എൻ്റെ മനസ്സിന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി 12 എന്നുള്ള ഡേറ്റ് എനിക്ക് വേണ്ടി മാതാവ് കാണിച്ചു തന്ന ഡേറ്റ് ആണെന്ന്. അങ്ങനെ നെക്സ്റ്റ് മന്ത് ഏപ്രിൽ 12-ന് ഞാൻ വീണ്ടും IELTS എക്സാമിന് ഡേറ്റ് എടുത്തു. അതോടൊപ്പം ഞാൻ ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ചില കുട്ടികൾ പറയുന്നത് അവർ ഈ പഠിക്കുന്നതിലുപരിയായി ബൈബിള് വായിക്കും, വചനങ്ങൾ ഷെയർ ചെയ്യും, ആളുകളോട് നമ്മുടെ മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയും എന്നൊക്കെ. അപ്പം ഞാനും ഓർത്തു, ഞാനും ഒരുപാട് അങ്ങനെ പഠിച്ചിട്ടൊന്നും അല്ല പരീക്ഷയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാമാന്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അപ്പം ഞാനൊരു തീരുമാനമെടുത്തു. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് റീഡിംഗ് ആണ്. എനിക്ക് എന്തുകൊണ്ടോ അത് കിട്ടുന്നില്ല. അത് എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഇംഗ്ലീഷ് ബൈബിൾ മേടിച്ചു. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് കുത്തിയിരുന്ന് വേറെ IELTSൻ്റെ ടോപ്പിക്കുകളൊന്നും വായിക്കാനുള്ള ക്ഷമയോ ഒന്നുമില്ല. അതിന് പകരം ഞാൻ ഈ ബൈബിള് വായിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ബൈബിള് നിരന്തരം, ഇംഗ്ലീഷ് എനിക്ക് ഇച്ചിരി കട്ടിയാണ് നമ്മൾ വായിച്ച് പരിചയമില്ലാത്തവർക്ക്, എങ്കിലും ഞാൻ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 12-ാം തീയതി ആയി. 12-ാം തീയതി ഞാൻ പരീക്ഷയ്ക്ക് പോകാൻ ഇറങ്ങുമ്പോൾ എനിക്കൊരു വചനം കിട്ടി. ഫോർ യു ഷാൾ നോട്ട് ഗോ ഔട്ട് ഇൻ ഹേസ്റ്റ് ആൻഡ് യു ഷാൾ നോട്ട് ഗോ ഇൻ ഫ്ലൈറ്റ്, ഫോർ ദ ലോർഡ് വിൽ ഗോ ബിഫോർ യു ആൻഡ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ വിൽ ബി യുവർ റിയർ ഗോഡ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിടക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഇത് ഏശയ്യ 52:12 അപ്പം ഈ പരീക്ഷയ്ക്കിടയിൽ എനിക്ക് പെട്ടെന്ന് റീഡിങ്ങിൻ്റെ ഭാഗം എത്തി. എപ്പോഴത്തെയും പോലെ എനിക്ക് വെപ്രാളം തുടങ്ങി. എങ്ങനെയെങ്കിലും ഈ 1 മണിക്കൂറിനുള്ളിൽ ഈ 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, മൊത്തം വായിച്ച് തീർക്കണമെന്നുള്ള വെപ്രാളം അപ്പോഴെനിക്ക് വന്നു. പെട്ടെന്ന് ഈ വചനം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ഈ 9 പ്രാവശ്യവും ഞാൻ ഈ വെപ്രാളം പിടിച്ചിട്ട് എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. എൻ്റെ മനസ്സ് ഞാൻ വളരെ ശാന്തമാക്കി. ഞാൻ പയ്യെ അവിടെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. എനിക്ക് പെട്ടെന്ന് ആൻസറുകൾ കിട്ടാൻ തുടങ്ങി. ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ അതെല്ലാം അറ്റൻഡ് ചെയ്തു. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ ആ 40 ക്വസ്റ്റ്യനും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. ഞാൻ എൻ്റെ 10ാമത്തെ IELTS എക്സാം ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് 10ഉം ഈ റീഡിങ്ങിൻ്റെ 40 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ എക്സാം ഹോളിലേക്ക് കയറുന്നതിന് മുന്നേ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 12 എന്നൊരു നമ്പർ ഡേറ്റ് കിട്ടിയിരുന്നു എന്ന്. ഞാൻ അവിടെ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ഞാനാണ് 2ാമത് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ചെന്നത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവരോട് മേടിച്ച് വെക്കുന്ന ഒരു പതിവുണ്ട്. അവരുടെ കയ്യിൽ 1 തൊട്ട് ഒരു 30 വരെയെങ്കിലും ഒരു നമ്പർ ഉണ്ടാകും. പക്ഷെ ഞാൻ കയറി ചെന്നപടി ഇവർ 12 എന്ന് പറയുന്ന നമ്പർ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു.
അപ്പോൾ എനിക്ക് പൂർണ്ണമായും ബോധ്യമായി ഇത് മാതാവ് എനിക്ക് എൻ്റെ കൂടെയുണ്ട്, നീ ധൈര്യമായിട്ട് ഇരുന്നോ എഴുതിക്കോ എന്നുള്ളതാണ് മാതാവ് കാണിച്ചു തരുന്നതെന്ന്. അങ്ങനെ എനിക്ക് എക്സാം എഴുതി ഞാൻ സമാധാനത്തോടു കൂടിയാണ് വീട്ടിൽ പോയത്. എനിക്കൊരു ടെൻഷനും ഉണ്ടായില്ല. 14-ാം തീയതി എൻ്റെ റിസൾട്ട് വരും. ഇത് ഓൺലൈൻ എക്സാം ആയിരുന്നു, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. 3-ാം ദിവസം റിസൾട്ട് വരും. ഇത് റിസൾട്ട് വരുന്ന അന്ന് രാവിലെ ഞാൻ ന്യൂസിലാൻഡ് സമയം ഉച്ചയ്ക്ക് 12:30 ഇവിടെ ജോസഫ് അച്ഛൻ്റെ 5:30 ഞാൻ ധ്യാനം ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുവാണ്, പരീക്ഷയൊക്കെ എഴുതിയവരുണ്ട്, റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്, ചിലപ്പോൾ ഒരു 0.5-നൊക്കെ നിങ്ങൾ ഫെയിലായേക്കാം, പക്ഷേ വിഷമിക്കരുതെന്ന്. എനിക്ക് അപ്പം ഒരു ഇടുത്തി വെട്ടിയ പോലെയാണ് തോന്നിയത്. കാരണം ഞാനൊരു 0.5-ന് വേണ്ടിയാണ് ഈ 10ാമതും അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാനിനി എഴുതുകയില്ലെന്നും പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഓഫീസിൽ ഒരു മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ആ വിഷമം ഒന്നും അവിടെ കാണിക്കാനൊന്നും പറ്റുന്നില്ല. എൻ്റെ സ്റ്റാഫൊക്കെ ചുറ്റുമുണ്ട്. ഞാനപ്പം ഇങ്ങനെ പയ്യെ എൻ്റെ ഫോണിൽ ഈ ഡെയിലി ബ്രെഡ് കേട്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകെ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു, നിങ്ങളുടെ റിസൾട്ട് വന്നു. അങ്ങനെ ഞാൻ പെട്ടെന്നത് ഓപ്പണാക്കി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ആ റീഡിങ്ങിന് എനിക്ക് വേണ്ടിയിരുന്ന 7 സ്കോർ തന്ന മാതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ചിന്തിച്ചേക്കാം, ഒരു ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരാൾ വിചാരിച്ചേക്കാം, ഈ 10 പ്രാവശ്യം IELTS എഴുതിയാൽ ആർക്കാണ് ഒരു 7 സ്കോർ കിട്ടാത്തതെന്നും. അതിനും ദൈവം എനിക്ക് അവിടെ ഒരു അടയാളം കാണിച്ചു തന്നു. എല്ലാ പ്രാവശ്യവും എനിക്ക് 8 സ്കോർ കിട്ടിക്കൊണ്ടിരുന്ന ബാക്കി മൊഡ്യൂൾസിന് എനിക്ക് 6.5 കുറഞ്ഞു. എനിക്ക് കിട്ടാതിരുന്ന ഈ സ്കോർ മാത്രം മാതാവ് എനിക്ക് 7 നൽകി അനുഗ്രഹിച്ചു. എനിക്കപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്തിനാണ് എനിക്ക് OET എഴുതാൻ പറ്റാതിരുന്നതും എത്ര ശ്രമിച്ചിട്ടും അതിനൊരു ഡേറ്റ് കിട്ടാതിരുന്നതും. അവിടെ മാതാവിനെ മഹത്വപ്പെടുത്താനാണ്. ഇത് എൻ്റെ കഴിവല്ല. ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഉള്ളിൽ പറയുമായിരുന്നു, എനിക്കൊരു കഴിവില്ല കർത്താവേ, ഇത്രയും തവണ ഞാൻ തലകുത്തി നിന്നിട്ട് എന്നെക്കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല, ഇനി കർത്താവ് എന്നെ അനുഗ്രഹിക്കണം, മാതാവ് അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ എനിക്കിത് ലഭിക്കുകയുള്ളൂ, കർത്താവിൻ്റെ കൃപയില്ലെങ്കിൽ എനിക്കിത് ലഭിക്കുകയില്ല എന്ന് ഞാനിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ആ എക്സാം പാസ്സായി. ഞാൻ ഈ IELTS എക്സാം എഴുതിയത് എനിക്കൊരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ നാട്ടിലെ നേഴ്സിംഗ് പഠിച്ചിട്ട് ഇവിടെ അധികം ജോലിയൊന്നും ചെയ്യാതെ പെട്ടെന്ന് ന്യൂസിലാൻഡിലേക്ക് പഠിക്കാൻ പോയി. അവിടെ എനിക്ക് ആ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി കിട്ടി തുടരുകയായിരുന്നു. അപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് നേഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കണമെന്നുള്ള ഒരു അതീവ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനെനിക്കുള്ള തടസ്സങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് എനിക്ക് IELTS പാസ്സാകണമായിരുന്നു, മറ്റൊന്ന് അവർ പറയുന്ന എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒറ്റ ബലത്തിൽ ഞാൻ നേഴ്സിംഗ് കൗൺസിലിനെ അപ്രോച്ച് ചെയ്ത് ഞാൻ പലതവണ 10 വർഷത്തിനുള്ളിൽ ഒരു 100 ഇമെയിലെങ്കിലും അവർക്ക് അയച്ചിട്ടുണ്ട്, എനിക്ക് ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാമോ എന്ന്. അപ്പോഴൊക്കെ അവരുടെ മറുപടി, ഇല്ല, നിങ്ങൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി നേഴ്സിംഗ് പഠിക്കണമെന്നായിരുന്നു. എങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിടാതെ ഈ വർഷം എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു, എനിക്ക് എല്ലാം ഞാൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു കുറച്ച് കുറവേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, സാരമില്ല, നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ല റിജക്റ്റ് ചെയ്യും, അത് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എല്ലാം അപ്ലൈ ചെയ്തു. മെയ് മാസത്തിൽ അവർ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അവരെനിക്ക് നമ്മൾ ഇൻവിറ്റേഷൻ ടു അപ്ലൈ ഫോർ നഴ്സിംഗ് രജിസ്ട്രേഷൻ അങ്ങനെയാണ് വന്നത്. അങ്ങനെ വന്നു, ഞാനതെല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം അതിൽ ഒരു മെസ്സേജ് ഇങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു ജോബ് ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിങ് കുറച്ചും കൂടി ഈസി ആകുന്നു. അപ്പം ഞാനൊരു സർവീസിൽ, ഒരു മെൻ്റൽ ഹെൽത്ത് ഫെസിലിറ്റിയിൽ ഒരു സർവീസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ആ റോള് വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് രജിസ്ട്രേഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എന്നോട് പലരും പറഞ്ഞത് പ്രകാരം ഞാൻ എൻ്റെ മാനേജർമാരെ അപ്രോച്ച് ചെയ്തു. അവരൊക്കെ ആദ്യം പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്നെല്ലാം പറഞ്ഞിരുന്നുവെങ്കിലും പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ഒരു മീറ്റിങ്ങിന് വിളിച്ചു കൂട്ടി. അവരെന്നോട് ചോദിച്ചു, എന്താണ് ആവശ്യം? ഞാൻ പറഞ്ഞു, എനിക്കൊരു ലെറ്റർ എഴുതി തരണം, നിങ്ങൾ എനിക്ക് ജോലി തരാൻ ഓക്കെയാണ്. ഞാൻ അപ്പോഴും ഒരു ക്ലിനിക്കൽ റോള് കൈകാര്യം ചെയ്യുന്നു, പക്ഷേ എനിക്ക് രജിസ്ട്രേഷൻ ഇല്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയമായപ്പോൾ അവർ പറഞ്ഞു, അർഷ, അത് പറ്റില്ല, അത് ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യമല്ല. അത് പോരാതെ ആ കൂട്ടത്തിലൊരു ക്ലിനിക്കൽ ലീഡുണ്ട്. ആ പുള്ളിക്കാരി ഒരു കാര്യം പറഞ്ഞു, മൈ ഹാൻഡ്സ് ഓൺ ഹാർട്ട്, ഞാൻ എന്നോട് പറയുവാണ്, നിനക്കിത് കിട്ടത്തില്ല. കാരണം ഞാൻ ഇതുപോലെ ഒത്തിരി കേസുകൾ കണ്ടിട്ടുണ്ട്. നീ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഒരു നേഴ്സിംഗ് ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ്. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, നിന്നെ വേണമെങ്കിൽ ഞങ്ങൾ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കാനല്ല, എനിക്ക് എൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്, ഞാനത് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മീറ്റിംഗ് അവർ പിരിച്ചുവിട്ടു. അങ്ങനെ അത് മെയ്യിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ എന്നെ ഈ പ്രോസസ്സിങ്ങിന് സഹായിക്കുന്നൊരു ആൾ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ന്യൂസിലാൻഡിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അടുത്ത സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ജൂലൈ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ ജൂലൈയിലുണ്ട്, മാതാവ് എനിക്കൊരു പെട്ടെന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ ആയിരിക്കും തരുന്നതെന്ന് കരുതി. പക്ഷേ ജൂലൈയിലൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഓഗസ്റ്റായി, സെപ്റ്റംബറായി, അവിടെയും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല.
സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഒരു ദിവസം എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഇമെയിൽ വന്ന് കിടക്കുവാണ്. നിങ്ങൾക്ക് ഞങ്ങൾ രജിസ്ട്രേഷൻ തരാൻ ഹാപ്പിയാണ്, നിങ്ങൾ അതിന് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ആദ്യം ചെയ്ത കാര്യം, എനിക്ക് രജിസ്ട്രേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ എൻ്റെ സംഘത്ത് കൈവച്ച് പറയുന്നു എന്നാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞത്. അവർക്ക് തന്നെ ഞാൻ ഒരു ഇമെയിൽ അയച്ചു, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് ഇത് കിട്ടി എന്ന് പറഞ്ഞ് അയച്ചു. അപ്പോൾ അടുത്ത 2 പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു തിയറി എക്സാം, പ്രാക്ടിക്കൽ എക്സാം പാസ്സാകണം. അതിൽ തിയറി എക്സാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-14 വർഷമായി നേഴ്സിംഗ് ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്ന എനിക്ക് പെട്ടെന്നൊരു എക്സാം പാസ്സാകുക വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയും എൻ്റെ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് ഞാൻ പോയി. ആ എക്സാം ഹോളിൽ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഒരു കഴിവുമില്ല, ഇതൊന്നും ഇത്രയും വർഷം മുന്നേ പഠിച്ചൊന്ന് ഓർത്തെടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ല. ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം വേണം. ഇത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. അത് എഴുതി എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് പാസ്സാകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. എനിക്ക് പല ക്വസ്റ്റ്യൻസ് പോലും മനസ്സിലാകുന്നില്ല. 108 ക്വസ്റ്റ്യനിൽ 102 ക്വസ്റ്റ്യനിൽ 80 നമ്മൾ പാസ്സാകണം. എന്തായാലും ഞാൻ എക്സാം എഴുതി അവിടുന്ന് തിരിച്ചു പോയി. എങ്കിലും എനിക്കങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല. ഞാനങ്ങ് പോയി. മാതാവാണല്ലോ എന്നെ IELTS പാസ്സാക്കിയത്. അവിടെ നിന്നാണല്ലോ എനിക്ക് ഇവിടെ എല്ലാം ഇതിനെല്ലാം തുടക്കം. അപ്പം മാതാവിനൊരു പദ്ധതി ഉണ്ടല്ലോ എന്ന രീതിയിൽ ഞാൻ തിരിച്ചു പോയി. പിറ്റേ ദിവസം റിസൾട്ട് വന്നു. ഞാനപ്പോൾ അത് പാസ്സായി. അപ്പം ഞാനത് ഓർത്ത്, ദൈവമേ, ഞാൻ ഒരു വക പഠിക്കാനോ എനിക്ക് എൻ്റെ ഉറങ്ങാനോ സാധിക്കാതെയാണ് ഞാൻ ആ പരീക്ഷയ്ക്ക് പോയത്. ഇനിയിപ്പോൾ എനിക്ക് മെയ് മാസത്തിൽ ഇതിൻ്റെ ഒരു വലിയ പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. അപ്പോഴും എനിക്കൊരു ടെൻഷനൊന്നും ഇല്ല ഇപ്പോൾ. കാരണം ഇത്രയൊക്കെ എന്നെ സഹായിച്ച മാതാവിന് അതുകൂടി നടത്തി തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞങ്ങൾ ഇതിനിടയ്ക്ക് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ മാതാവിനോടൊരു കാര്യം പറഞ്ഞു, മാതാവേ, എല്ലാവർക്കും മുല്ലപ്പൂ മണമൊക്കെയാണ് കിട്ടുന്നത്, എനിക്ക് മുല്ലപ്പൂ മണം വേണ്ട, എനിക്ക് റോസാപ്പൂ മണം മതി. കാരണം എനിക്ക് അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് റോസാപ്പൂവ്. അപ്പം ഞാൻ എനിക്ക് റോസാപ്പൂവും മാതാവും എന്തോ ഭയങ്കര ബന്ധമുള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക്, പക്ഷേ ഞാനിപ്പം 1 വർഷത്തോളമൊക്കെ ആയിട്ട് എനിക്കൊരു മണവും വരുന്നില്ല, മാതാവിന് ഒരു സുഗന്ധാഭിഷേകവും കിട്ടുന്നില്ല. അപ്പം ഞാൻ ഓർത്ത്, മാതാവേ, ഞാനന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ, എന്നാൽ ഇനി കുഴപ്പമില്ല, മുല്ലപ്പൂ മണമായാലും മതി എന്നുള്ള രീതിയിൽ നിന്നു. പെട്ടെന്നൊരു ദിവസം എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുമായിട്ട് ഇരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുണ്ട്, എൻ്റെ ന്യൂസിലാൻഡിലെ വീട്ടിലാണ്. പെട്ടെന്ന് വീട് മുഴുവൻ റോസാപ്പൂവിൻ്റെ സുഗന്ധം. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവ് എന്നെ കൈവിട്ടിട്ടില്ല, എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ മനസ്സിലായി. അതേപോലെ ഇന്നിവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ മുതൽ എനിക്ക് നല്ല കുന്തിരിക്കത്തിൻ്റെ മണമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓർത്ത് ഇതൊരു ദേവാലയ പരിസരമല്ലേ. അത് ഞാൻ എൻ്റെ അനിയത്തിയോട് ചോദിച്ചു, നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പം പറഞ്ഞില്ല, അവൾക്കത് വരുന്നില്ല. അങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്കൊരു രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുന്നത് വഴി എനിക്ക് വിട്ടുമാറാതിരുന്ന ഒരു ടോൺസലിൻ്റെ ഒരു പ്രശ്നം മാറിയിട്ടുണ്ട്. ക്ഷമിക്കണം, ഞാനതിൽ എഴുതാൻ അത് മറന്നു പോയതാണ്. പക്ഷേ ജീവിതത്തിൽ പല പ്രാവശ്യം ഞങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ചെറുതും വലുതുമായ രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഞാനൊരു മെൻ്റൽ ഹെൽത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നമ്മുടെ സമയമാണ്. അവരോട് സംസാരിക്കാൻ ഒരാളാണ് അവർക്ക് വേണ്ടത്. ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. എനിക്ക് എത്ര ജോലി തിരക്കാണെങ്കിലും ഞാൻ ഒരു ക്ഷമയോടുകൂടി, കാരണം അവർ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിലുള്ളവരായതുകൊണ്ട് അവരെ കേട്ടിരിക്കാൻ എല്ലാവർക്കും ക്ഷമയുണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ഞായറാഴ്ച കുർബാനകളിൽ മുടക്കാറില്ല. ഞാൻ അവിടെ ന്യൂസിലാൻഡിൽ വേദപാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് കൃത്യമായി പോകാൻ പറ്റാറില്ലെങ്കിലും അവരൊരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ ഞാൻ പോകാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ നമ്മളോട് പൈസ ആവശ്യം പറയുന്നവർക്ക് കൊടുക്കാറുണ്ട്. രോഗികൾക്ക് പൈസ കൊടുത്ത് അവരുടെ ചികിത്സയ്ക്ക് സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ എനിക്കൊരു മാനേജറുടെ പൊസിഷൻ തന്ന മാതാവ് എന്നെ ഉയർത്തിയതാണ്. എനിക്ക് ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ജോലി തന്നത്. എനിക്ക് പേടിയായിരുന്നു ആ ജോലിയിൽ. അപ്പം കർത്താവിന് എന്നെക്കുറിച്ച് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ജോലി അന്വേഷിച്ച് വരുന്നവർ അത് ഏത് നാട്ടുകാരായിക്കോട്ടെ, അപ്പോൾ ചിലർക്ക് അതിൽ ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെ പലയിടത്തു നിന്ന് റിജക്ഷൻ കെട്ടി വരുന്നവരാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടും ഞാൻ എങ്ങനെയാണ് അവിടെ ന്യൂസിലാൻഡിലെത്തിയപ്പോൾ ഞാൻ അനുഭവിച്ച സ്ട്രഗിൾ മനസ്സിലാക്കിക്കൊണ്ടും ഞാൻ അവർക്ക് ജോലി കൊടുക്കാറുണ്ട്, അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. അതുവഴി അവർക്ക് അവിടെ നിന്ന് പോകാനായിട്ട് അവർക്കൊരു വർക്ക് വിസ ആകട്ടെ, PR ആകട്ടെ, അതൊക്കെ കിട്ടി ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജീവിതം അവിടെ പടുത്തുയർത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം, ഞങ്ങൾ രണ്ടുപേരും അവിടെ എനിക്ക് ഇവിടുത്തെ ഉടമ്പടി അഖണ്ഡ ജപമാലയിൽ വരണമെന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇതിനു വേണ്ടി സാക്ഷ്യം പറയാൻ നാട്ടിൽ വന്നവരാണ്. പക്ഷേ അതിന് ഞങ്ങൾക്ക് സാധിക്കാഞ്ഞത് കൊണ്ട് ഒക്ടോബർ 25-ാം തീയതി ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ന്യൂസിലാൻഡിൽ അവിടെ ഒരു മാതാവിൻ്റെ ഒരു മലയുണ്ട്. ആ മലയിൽ ഞങ്ങൾ രണ്ടുപേരും പോയി ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു.
പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. 94-ാം സങ്കീർത്തനം 18-19 തിരുവചനങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. ആതിര, ആർഷ എന്ന സഹോദരിമാരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. ആതിരയ്ക്കും ആർഷയ്ക്കും അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ അനുഭവങ്ങളിലും പരിശുദ്ധ അമ്മ കട്ടയ്ക്ക് കൂട്ടുനിന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. അവർ രണ്ടുപേരും എത്ര തന്നെ സങ്കടത്തിൽ ആഴപ്പെട്ടിരുന്ന സമയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ അവരെ കൂടെ കൂടെ സുഗന്ധാഭിഷേകത്തിലും അതുപോലെ തന്നെ അവർക്ക് അവർക്ക് ആവശ്യമായ സ്വപ്നങ്ങളും ദർശനങ്ങളും നൽകി അവർക്ക് ഏത് നമ്പറാണോ ഏത് ഡേറ്റാണോ വേണ്ടത് 12, 9, 8 ഇങ്ങനെയുള്ള ഡേറ്റുകൾ നൽകി അവരെ എപ്പോഴും അവരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രിയപുത്രനോട് ഞാൻ മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. അതൊക്കെയാണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എത്ര തന്നെ തകർച്ചയിലൂടെയും എത്ര തന്നെ പരീക്ഷയിലൂടെ കടന്നുപോയാലും നമുക്ക് ജീവിക്കാൻ, നമുക്ക് അതിജീവിക്കുവാനും നാം സക്സസ് ആകും, നാം വിജയിക്കും എന്നൊരു വലിയ പ്രതീക്ഷയാണ് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ ഇട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുവിശേഷത്തിലെ മർത്തയും മറിയവും ലാസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. നമുക്കുള്ളൊരു വലിയ പ്രതീക്ഷ അതാണ്. ഈശോ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം ലൂക്ക 1:37 പറയുന്നത് പോലെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ആതിരയുടെയും ആർഷയുടെയും സാക്ഷ്യം നമ്മോട് പറയുന്നത് തന്നെയാണ്. എത്ര തന്നെ റീഡിംഗ് മൊഡ്യൂൾ ഇല്ലെങ്കിലും എത്ര തന്നെ നമുക്ക് അയോഗ്യതകളാണെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ നാം എപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഉടമ്പടി എന്നാൽ ഉടൻ പരിഹാരം. ആതിരയ്ക്കും ആർഷയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, അവർ ചെയ്യുന്ന എല്ലാ കാരുണ്യപ്രവൃത്തികൾക്കും, ഈശോയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കും, ഈശോയെ കൊടുക്കുന്ന അവരുടെ നല്ല പ്രവൃത്തികൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പേര് ജെസ്സി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ബേലൂർ എന്ന സ്ഥലത്ത് സെൻറ്റ് സേവിയേഴ്സ് ഇടവകാംഗമാണ്. ഞാൻ 14/2/24 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു 2 മാസം ഞാൻ ഉടമ്പടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടാണ് പോയിരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്കൊരു കുഴൽക്കിണർ അടിക്കേണ്ട ആവശ്യം വന്നു. എന്നാൽ അതിനു മുമ്പ് ആ കാര്യത്തിന് ശ്രമിച്ചിട്ട് അന്ന് നടന്നില്ല. കാരണം വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ തന്നെ വന്ന് ആ പ്രദേശം മുഴുവൻ പരിശോധിച്ചിട്ട് ഇവിടെ അടിവെള്ളം കുറവാണ്, അതുകൊണ്ട് കുഴൽക്കിണർ അടിക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞതാണ്. ഉടമ്പടി എടുത്ത് ചെന്നപ്പോൾ എനിക്ക് തോന്നി, ഇപ്പോൾ വേണമെങ്കിൽ ഒരു കുഴൽക്കിണർ അടിക്കാം, മാതാവും യേശുവും എൻ്റെ കൂടെയാണല്ലോ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ചു. അതിൻ്റെ തലേ ദിവസം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം യേശുവും മാതാവും എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പറമ്പിൽ 1 ഏക്കറുള്ള സ്ഥലമാണ്, അതിൽ കൃഷി ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ആ സ്ഥലത്തേക്ക് യേശു അമ്മയും വരണം എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർത്തു ഞാൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 17-ാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനതയെ നയിക്കുന്ന സമയത്ത് വെള്ളം കിട്ടാതെ അവർ ഇത്തിരി ബഹളം വെച്ചു, മോശയോട് വഴക്കായി. മോശ കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാൻ ഹോറേബ് മലയിൽ നിൽക്കും, നീ മോശയോട് നദിയിലടിക്കാൻ ഉപയോഗിച്ച വടിയും കൊണ്ടുവന്ന് നീ മലയിൽ പാറമേൽ 2 പ്രാവശ്യം അടിക്കുക. 2 പ്രാവശ്യം അടിച്ചു മല. അതുപോലെ തന്നെ മോശ പ്രവർത്തിച്ചു. 2 തവണ ആ വടി കൊണ്ടടിച്ചപ്പോൾ വെള്ളം പാറ പൊട്ടി വെള്ളം കുതിച്ചൊഴുകി എന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, യേശുവും അമ്മയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതേ വെള്ളം കിട്ടാത്ത സ്ഥലമാണ്, ഇതേ പറമ്പിലെത്തിയാൽ എൻ്റെ കുഴൽക്കിണറിൻ്റെ പാറയിൽ യേശുവും മാതാവും കൂടി അടിച്ചാൽ എനിക്കും വെള്ളം കിട്ടില്ലേ എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. പിന്നത്തെ ദിവസം പറമ്പിലേക്ക് പോയി. അവിടെ കിണർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു.
അന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ധ്യാനം കേൾക്കാൻ മൊബൈലിൽ കയ്യിൽ ഉപ്പും കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഉപ്പ് ഞാൻ പ്രാർത്ഥിച്ച് മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ച് കുഴലിൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഉടനെ ഈ ഉപ്പെടുത്ത് ഓടി ചെന്നു ഉപ്പെടുത്ത് ഞാൻ കുഴലിലേക്ക് ഇടട്ടേന്ന് ചോദിച്ചു പണിക്കാരോട്. അപ്പോൾ അവർ പറഞ്ഞു ആ കുഴലിലേക്ക് എന്നെ ഇട്ടോളാൻ. ഞാൻ ആ ഉപ്പ് കുഴലിൽ ഇട്ടതും ഉടനെ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ആ 2-3 പിള്ളേരാണ്, അവർ ഞെട്ടി, ഞാനും ഞെട്ടി. അത് കഴിഞ്ഞ് ആ ശബ്ദത്തോട് കൂടിയിട്ട് ഒരു ഫൗണ്ടൻ പ്രവർത്തിക്കണ പോലെ ചുറ്റും വെള്ളം അങ്ങോട്ട് ഉയരത്തിൽ, ഒരു പൈപ്പെന്ന് പറഞ്ഞ പോലെയല്ല, ഒരു നല്ല വലിയ ഫൗണ്ടൻ വർക്ക് ചെയ്യണ പോലെ വെള്ളം അങ്ങോട്ട് ഇഷ്ടപ്രകാരം വെള്ളം മുകളിലേക്ക് വന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ശാന്തമായി വെള്ളം ഇഷ്ടപ്രകാരം ഒഴുകി. അങ്ങനെ ഒരിക്കലും ആ പ്രദേശത്ത് ഒട്ടും വെള്ളമില്ലാത്ത സ്ഥലം. അവിടെ 400 അടി അടിച്ചിട്ടും കുടിക്കാൻ മാത്രമേ അവിടെ വെള്ളമുള്ളൂ. ഞങ്ങൾക്ക് 220 അടിയിൽ ദാഹം തീർത്ത്, അതായത് 8 മണിക്കൂർ കിണറിൽ മോട്ടർ അടിച്ചാലും വറ്റാത്ത രീതിയിലുള്ള വെള്ളം നന്നായി കൃഷിക്ക് കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമത്തെ ഒരു അനുഗ്രഹം, ഞാൻ രണ്ടാമത്തെ ഉടമ്പടി 3 മാസം കഴിഞ്ഞ് വന്ന് പുതുക്കി പോയതിന് ശേഷം ആദ്യത്തേൽ ഞാൻ വയ്ക്കാത്തൊരു കാര്യമായിരുന്നു ഈ കിണറിൻ്റെ കാര്യം. ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല. ഉടമ്പടിയിൽ വെച്ച ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ ഇടയിൽ എനിക്ക് നടന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 40 വർഷമായിട്ട് ഞാൻ ബ്രോങ്കറ്റിക്കൽ ആസ്തമയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത് മരണം വരെ മാറില്ല എന്ന് എന്നോട് ഒത്തിരി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കാരണം ഒരു സ്ഥലത്ത് പോയാലും ഇതിന് പ്രാർത്ഥിക്കാറില്ല. ഇവിടെ വന്ന് പോയപ്പോൾ എനിക്ക് തോന്നി, അച്ഛൻ പറഞ്ഞു, ജോസഫച്ചൻ പറഞ്ഞു, ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഉടമ്പടിയിൽ എഴുതാന്. ആ നിർദ്ദേശം അനുസരിച്ച് രണ്ടാമത്തെ തവണ ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഉടമ്പടിയിൽ ഞാൻ ഈ ആസ്തമ മാറ്റി തരണേന്ന് നിയോഗം വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനിനി ഇൻഹേലിയർ ഉപയോഗിക്കില്ല. 2 നേരവും ഇൻഹേലിയർ ഉപയോഗിക്കണം, അതാണ് അതിൻ്റെ മരുന്ന്. മരണം വരെ അത് ഉപയോഗിക്കണം. അപ്പം ഞാൻ ഇനി ഇൻഹേലിയർ ഉപയോഗിക്കില്ല. അതിന് പകരം ഞാൻ അമ്മയുടെ ഉപ്പും തേനും കൂടി ചേർത്ത് എൻ്റെ നാവിൽ ചേർത്ത് കഴിച്ചോളാം. പക്ഷെ അമ്മ എൻ്റെ ശ്വാസകോശത്തിന് യാതൊരു ചുരുക്കവും കൂടാതെ ഒരു കോട്ടം തട്ടാത്ത രൂപത്തിൽ അമ്മ സംരക്ഷിക്കണം. ഞാനങ്ങനെ മരുന്ന് ഇൻഹേലിയർ മാറ്റി വെച്ചു. 15 ദിവസം കഴിഞ്ഞു. ഒരു സംശയം പോലുമില്ല. ഒരു 2 ദിവസത്തിൽ കൂടുതൽ ഇൻഹേലിയർ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എൻ്റെ. എനിക്ക് ഒരു അസുഖമോ ഒരു ചുമയോ ഒരു കഫക്കെട്ടോ അങ്ങനെ ആസ്തമയുടെ ഒരു ലക്ഷണം കാണുന്നില്ല. ഞാനത് 1 മാസം തുടർന്നു. ഇപ്പോൾ 11 മാസത്തോളമായി എനിക്ക് ഒരു ആസ്തമയുടെ ഒരു ലക്ഷണവുമില്ല. ഞാൻ ഇഷ്ടപ്രകാരം വെയിലും മഞ്ഞും ഒക്കെ കൊള്ളുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചെറുതായ കാരണം ഞാനിപ്പോൾ ഇവിടെ പറയണില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ ആദ്യത്തെ 3 മാസം മെഡിക്കൽ കോളേജിൽ പോവുകയും സാമ്പത്തികമായി സഹായിക്കുകയും അനാഥശാലകളിൽ പോവുകയും ഒക്കെ ചെയ്തു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോഴേക്കും എനിക്കൊരു അസുഖം വന്നതിനാൽ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റാതെയായി. പിന്നെ ഞാൻ കൂടുതൽ ചെയ്തത് ഇവിടുന്ന് കൊണ്ടുപോകണ കൃപാസന പത്രം ഞാൻ എല്ലാ വീടുകളിലും നടന്നു കൊടുക്കും. ഞാൻ വന്നില്ലെങ്കിലും വണ്ടിക്കാരോട് പറഞ്ഞ് ഞാനും പത്രക്കെട്ട് വാങ്ങിച്ച് അതും ഞാൻ വീടുകളിൽ കൊണ്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന, മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാതെ, അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരാൻ സാമ്പത്തികമായിട്ട് ഇല്ല എന്ന് കുറച്ചൊക്കെ അറിയുന്ന ആ പ്രദേശത്തുള്ള ആൾക്കാരോട് അറിയുന്ന ആൾക്കാരുടെയൊക്കെ നമ്പർ, ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ച് ഞാൻ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എനിക്ക് ഏറ്റവും അധികം യാത്ര ചെയ്യാനൊന്നും പറ്റാത്ത ആളായ കാരണം ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് ഞാൻ അവരുടെ മരുന്നിനുള്ള കാശും ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ പറഞ്ഞ കാശുകൾ കുറേശ്ശെ ഞാൻ ഒത്തിരി പേർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്കിതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ് തന്ന മാതാവിനും യേശുവിനും ഒരുപാട് നന്ദി. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാം തിരുവചനം. അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവൻ അതിനെ റഹോബോത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു,
ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. ഇസഹാക്ക് കിണർ കുഴിക്കുമ്പോൾ ഒരുപാട് തവണ അദ്ദേഹം പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു പ്രവൃത്തിയാണ് കിണർ കുഴിക്കുക എന്നുള്ളത്. അവസാനം റഹോബാത്തിൽ വന്നപ്പോഴാണ് ഇസഹാക്ക് വളരെ ദൈവാനുഗ്രഹത്തോടു കൂടിയൊരു കിണർ കുഴിച്ചപ്പോൾ അതിൽ ധാരാളം വെള്ളമുണ്ടായി. അല്ലെങ്കിൽ കിണർ കുഴിക്കുന്ന സമയങ്ങളിലെല്ലാം അവർ വീട്ടുകാർ തമ്മിലും ജോലിക്കാർ തമ്മിലുമെല്ലാം വളരെ വഴക്കുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ദൈവാനുഗ്രഹത്തോടെ നാം എന്തെല്ലാം തുടങ്ങുന്നുവോ അവിടെയെല്ലാം നമുക്ക് വലിയ കൃപകൾ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ജെസ്സി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് വളരെ ആത്മവിശ്വാസത്തോടെയും ഈശോയോടുള്ള വിശ്വസ്തയോടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ മധ്യസ്ഥതയോടെയും കൂടിയാണ് 400 അടി വെള്ളം കുഴൽ കിണർ കുഴിക്കുമ്പോൾ അവിടെ വെള്ളം കിട്ടില്ല എന്നുള്ള വിധി എഴുതിയിട്ടുള്ളൊരു പ്രദേശമായിട്ട് പോലും വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗത്താൽ ഇവിടെ വെള്ളം ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി അവിടെ വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് 200 അടി താഴുമ്പോഴത്തേനും അവർക്ക് ധാരാളം വെള്ളം നൽകി. മണിക്കൂറുകളോളം അവർക്ക് ടാങ്കിലേക്ക് വെള്ളമടിക്കാനുള്ള വലിയ കൃപയാണ് നൽകിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് നാം പ്രാർത്ഥിക്കുന്നത് ഒരു കാരണത്താൽ മാത്രമാണ്. പരിശുദ്ധ അമ്മ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന് ജോസഫ് അച്ഛനോട് പറഞ്ഞപ്പോൾ ദുരന്തം പലതരത്തിലാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലുള്ള ദുരന്തങ്ങൾ, നമ്മുടെ കുടുംബജീവിതത്തിലുള്ള ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളിലൂടെയുള്ള ദുരന്തങ്ങൾ, ഇതെല്ലാമാണെങ്കിലും പരിശുദ്ധ അമ്മ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാം, നമ്മെ സംരക്ഷിക്കാം എന്നൊരു വലിയ വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് നാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഭൗമ സംരക്ഷണത്തിനായി നാം ഭൂമിയെ തന്നെ മുഴുവനായി പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പരിശുദ്ധ അമ്മ മുഴുവനായി ഭൂമിയെ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ഈശോയോട് വളരെയധികം പ്രാർത്ഥിച്ച് സംരക്ഷണം നൽകാനുള്ള ഒരു വലിയ കടമ കൂടി അമ്മ നമുക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ ഏതെല്ലാം ജീവിതാവസ്ഥകളാണ് ജെസ്സി പറയുകയുണ്ടായി. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഒട്ടും തന്നെ സംഭവിക്കുകയില്ല എന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗങ്ങളായി എഴുതേണ്ടത്. കാരണം കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ അമ്മയ്ക്കാണ് അതിനുള്ള ഒരു അധികാരം ലഭിച്ചത്. മകനെ അവർക്ക് വീഞ്ഞില്ല. അമ്മ പറഞ്ഞ ഒന്ന് മാത്രമാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പറയുന്നത് പോലെ ചെയ്തപ്പോഴാണ് സേവകർ ഒരു അത്ഭുതം കണ്ട് അതിശയപ്പെട്ടു പോയത്. വീഞ്ഞായി തീർന്ന ആ വെള്ളം അവർ വളരെ അത്ഭുതത്തോടെ നോക്കി നിന്ന് സുവിശേഷങ്ങളിൽ നാം വായിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും എല്ലാ അയോഗ്യതകളിലും കൃപകൾ നിറയുമ്പോഴാണ് നമുക്ക് ആ ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്നത്. ജെസ്സിയുടെ ജീവിതത്തിൽ മറ്റൊന്നുമല്ല, ജീവിതത്തിലെ ആ ജീവൻ്റെ ജലം ഈശോയിൽ നിന്ന് എപ്പോഴും ദാഹം തീർത്ത് കുടിക്കുവാനുള്ള വലിയ കൃപയാണ് ഈ ആത്മീയമായി അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഒരു നിയോഗമായിരുന്നു. 40 വർഷമായി ഒരു രോഗാവസ്ഥയെ വിധി എഴുതിയതാണ്. ഈ രോഗം ഇനി ആസ്മ എന്ന രോഗം നിങ്ങൾക്ക് ഒരിക്കലും മാറുകയില്ല, ഇതോടുകൂടി ജീവിതാവസാനം വരെ തുടർന്നു കൊണ്ടുപോകണമെന്നുള്ള ഒരു വിധിയെഴുത്തായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഇവിടുത്തെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്നാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒരു വലിയ സൗഖ്യം നൽകി ജീവിതഭാരം കുറച്ചുകൊണ്ട് ജീവിതഭാരം ഇല്ലാതാക്കി തീർത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. 40 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ പകുതി ആയുസോളം ജീവിച്ചത് ഒരു ആസ്മ രോഗത്തിലാണ്. ഞൊടിയുടയ്ക്കുള്ളിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയിൽ നിന്ന് ആ സൗഖ്യം പ്രാപിച്ചു കൊടുക്കാനായി സാധിച്ചു. ഇന്ന് ജെസ്സി ജീവിക്കുന്നത് ഈശോയുടെ അതിനുമുള്ള സ്നേഹത്തിലും ആശ്വാസത്തിലും കൃപയിലുമാണ്. ഒരു അഭിഷേകമാണ് നാം ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പലരും ചോദിക്കുക, എന്താണ് ഉടമ്പടി? അവൻ പറയുന്നത് പോലെ ചെയ്യുക, അതുമാത്രമാണ് നമുക്ക് ഉടമ്പടി എന്താണെന്ന് ചോദിക്കുമ്പോഴുള്ള ഒരു വലിയ ഉത്തരം. ഉടമ്പടിയിൽ നാം ജീവിക്കുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ, അവൻ എന്താണ് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. സുവിശേഷത്തിൽ ജീവിക്കുക, വിശ്വസിക്കുക, സുവിശേഷം കൈമാറുക. നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയിൽ ചെയ്യുന്നത് അത് തന്നെയാണ്. നമുക്ക് അത് കിട്ടി, ഇത് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ആ അനുഗ്രഹം ലഭിച്ചു, അതിനേക്കാൾ ഉപരി നമ്മുടെ അഭിഷേകം ഈശോയെ കൈമാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ഈശോയെ കൊടുത്തുകൊണ്ടിരിക്കാം, ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കാം. ജെസ്സിക്കും കുടുംബത്തിനും ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം.